ഗൈസ് ഇതിൻ്റെ റാമും കാര്യങ്ങളൊക്കെ നമ്മൾ കാട്ടിത്തരാം കേട്ടോ. ഇതിന് 12 GB റാമും 256 GB സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ 5 വർഷം മുന്നുള്ള ഫോണായതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലെന്നേ ഞാൻ പറയുള്ളൂ, വേറെ ഒന്നും വെച്ച് പറയാനില്ല. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ സാംസങ്ങിൻ്റെ പ്രൊസസ്സർ തന്നെ ആയിട്ട് വരുന്നത്. അപ്പോൾ അടിപൊളി ഫോൺ തന്നെയാണ്. ഗെയിമൊക്കെ കളിച്ച് നോക്കി പക്കയാണ് ഗൈസ്, പക്കയാണ്. അത് 12 GB റാം ഉണ്ടല്ലോ, അതിൻ്റെ കാരണം നല്ല ലുക്കുള്ളൊരു ഫോൺ തന്നെയാണ്. കർവ് ഡിസ്പ്ലേ ഇത് മാറ്റാൻ തന്നെ നല്ല പൈസ വരും. പൊട്ടിക്കഴിഞ്ഞാൽ ഫോണിലേറെ പൈസ ഡിസ്പ്ലേക്ക് വരും, അതാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെടുത്ത് നമുക്ക് പലതും വരച്ച് കൊടുക്കാം. സെറ്റാണ് സംഭവം കേട്ടോ. ഈ ഫോണിൻ്റെ പേര് സാംസങ് നോട്ട് 10+ ആണ് കേട്ടോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാംസങ്ങിൻ്റെ ബാക്ക് ക്യാമറ കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല, നല്ല നീറ്റ് സാധനമാണ്. 4K 30 FPS ഒക്കെ കിട്ടുന്നുണ്ട്. എടുത്തൊക്കെ പിടിച്ചുമ്പോൾ ഞാൻ കാട്ടിത്തരാം കേട്ടോ ഫുള്ളായിട്ട്. നല്ല അടിപൊളിയാണ്. 2Hലാണ് ഞാൻ പെട്ടുക്കണേ കണ്ടോ. ഈ ക്വാളിറ്റി നമുക്ക് കിട്ടും. വൈഡ് ആംഗിൾ വരുന്നുണ്ട്, 1H 2H. സ്റ്റെബിലൈസേഷനൊക്കെ അടിപൊളിയാട്ടോ, നല്ല അടിപൊളിയാണ്. നല്ല ഇളക്കി നോക്കി അപ്പോൾ നല്ല അടിപൊളിയായി കിട്ടുന്നുണ്ട്. വല്ലാതെ ഇളക്കും കാര്യങ്ങളൊക്കെ തോന്നിയില്ല കേട്ടോ, കാരണം നല്ല ഇളക്കി നോക്കിയ പക്ഷേ വല്ലാതെ ഇളക്കും കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഈ ഫോണിന് പ്രത്യേകിച്ച് പറയാൻ കാരണം NFC സപ്പോർട്ടാണ്. 2019 ഫോണാണ്, അതിന് NFC സപ്പോർട്ടാണ്. 2019 ഫോണിന് NFC സപ്പോർട്ടാണ്. ഈ അടിപൊളി തന്നെ കേട്ടോ, കാരണം മാരക സാധനമാണ്. ഇപ്പോഴത്തെ പുതിയ ഫോണിന് വരെ NFC ചിലതൊന്നും സപ്പോർട്ടല്ല. പണ്ട് കഴിഞ്ഞാൽ S22 ഒക്കെ ലുക്ക് ഉണ്ട് കേട്ടോ, അത്യാവശ്യം അടിപൊളി തന്നെയാണ്. നേക്ക് കാണാൻ നല്ല നേക്ക് ഉണ്ട് കേട്ടോ. ഇതിന്റെ റാം പറയണെങ്കിൽ 12 GB റാമാണ് വരുന്നത്. 12 GB റാം 256 GB സ്റ്റോറേജ് ആണ് വരുന്നത്. അത് അത്യാവശ്യം അടിപൊളിയായി. ഗെയിമൊക്കെ കളിച്ചു നോക്കി ലാഗും കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഇത് 12 GB റാം ആയതുകൊണ്ടായിരിക്കാം. ഫോണിന്റെ ശരിക്കത്തെ പ്രൈസ് എന്താ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. സെക്കൻഡ് വാങ്ങിയായിരുന്നു വെച്ച് അടിപൊളിയായി ഫീച്ചേഴ്സ് തോന്നിയത് വെച്ച് ആ പെന്നാണ് കേട്ടോ. എല്ലാ സാംസങ്ങിന്റെ നോട്ട് മോഡലിന് എല്ലാത്തിനും പെന്ന് വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ബാക്ക് തുറക്കുമ്പോൾ നല്ല അടിപൊളി കേട്ടോ. ഒരു S23 ഒക്കെ ലുക്ക് ഉണ്ട്. S23 ലുക്ക് ഉണ്ട് എന്ന് പറയാൻ കാരണം ഫ്രണ്ട് കാണുമ്പോഴാട്ടോ. S23 അൾട്രാ പലകണ്ടാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഇന്ന് പെണ്ണെടുക്കാൻ വേറൊരു ഫീൽ കേട്ടോ. ഒരു സംഭവം നേക്കാണ്. പെണ്ണ് അയിമന്നൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ഓരോന്ന് വരക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് ക്യാമറ ഞാൻ കാട്ടിത്തരട്ടോ. സെൽഫി ഇതാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അടിപൊളി തന്നെയാണ്. 4K കിട്ടുന്നുണ്ട്. 4K 30 FPS ആണ് കിട്ടുന്നത്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ കുത്തി പൊട്ടിച്ചാൽ എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ ബൈ.